ടൂൾ ബോക്സിൽ ഉണ്ടായിരുന്ന ജാക്കിയാണ് ഇപ്പോൾ പുഴയിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി, ഇതൊരു ടൂൾ ബോക്സിലായിരിക്കും. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പൂട്ട് തകർന്നൊക്കെ ആയിരിക്കും ഇത് പുറത്തേക്ക് വന്നതെന്നാണ്. കാരണം സുരക്ഷിതമായിട്ട് തന്നെയാണ് വാഹനത്തിൻ്റെ പിൻഭാഗത്തെ ബോക്സ്, ടൂൾ ബോക്സിൽ ഇത് സൂക്ഷിക്കാറ്. ഇതിനൊപ്പം മറ്റ് ടൂൾസ് കൂടി ഉണ്ടാവും, മറ്റൊരു ജാക്കി കൂടി ഉണ്ടാവും. അത് തകർന്നത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു പക്ഷേ ഈ പുഴയിലേക്ക് വീണത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ട്രക്ക് ആ മേഖലയിൽ തന്നെ അധികം ദൂരോട്ടല്ലാതെ തന്നെ കിടക്കാനുള്ള ഒരു സാധ്യത കൂടി അവിടെയുണ്ട്. ഏതാണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഇത് കണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 50 മീറ്റർ അകലെയാണ് പുതിയ ഈ സിഗ്നൽ അഭിലാഷ്, ഈ ജാക്കി കിട്ടിയ ഭാഗം, അഭിലാഷ്, ഈ വാഹനത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഈ ടൂൾ ബോക്സിൽ ഉണ്ടായിരുന്ന വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന ജാക്കി കണ്ടെത്തിയിരിക്കുന്ന ഭാഗം, അത് ഈ ലക്ഷ്മണന്റെ കട നിന്നതിന്റെ താഴെയാണോ? ആ മണ്ണൊക്കെ മാറ്റി നേരത്തെ ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഒക്കെ കൊണ്ടുവന്ന് കുഴിച്ച ആ ഭാഗത്താണോ ഇത് കിട്ടിയത്? തീർച്ചയായിട്ടും അതേ സ്ഥലത്ത് തന്നെയാണ്. അതായത് ലക്ഷ്മണൻ്റെ കടയുണ്ടായിരുന്നതിൻ്റെ അതിൻ്റെ പിൻവശത്തായുള്ള മേഖലയിലാണ് ഇപ്പോൾ ഈ ജാക്കി കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ആ സ്പോട്ടിൽ നിന്ന് ഏതാണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. ഏതാണ്ട് ഒരു 50-60 മീറ്റർ ദൂരം മാത്രമാണ് ഇപ്പോൾ നാവികസേന നടത്തിയ പരിശോധനയിൽ കൃത്യമായ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കായിരിക്കും കടക്കുക. ഇതാ ഇപ്പോൾ മറ്റ് ചില വസ്തുക്കൾ കൂടി ആ വാഹനത്തിൽ നിന്ന് സംശയിക്കുന്ന മറ്റ് ചില വസ്തുക്കൾ കൂടി ഇപ്പോൾ അതെ അതെ വാഹനത്തിന്റെ വശങ്ങളിലുള്ള ഘടിപ്പിക്കുന്ന ഭാഗങ്ങളാണെന്ന് തോന്നുന്നു ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ലോറിയുടേതായ ഭാഗങ്ങൾ, ലോഹഭാഗങ്ങളുടെ സിഗ്നലാണ് ലഭിച്ചത്. അവിടെയാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പയെ ഡൈവ് ചെയ്യുന്നത്. നമുക്ക് ആ തെരച്ചിലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വാഹനത്തിന്റെ ഭാഗങ്ങൾ ഇപ്പോൾ പുഴയ്ക്കടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നേരത്തെ ഒരു ടാങ്കറിന്റെ ക്യാബിൻ ഭാഗവും ഇതിലുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. 2 വാഹനങ്ങളാണ് ഈ പുഴയിലേക്ക് വീണിട്ടുള്ളത്. അതിലൊന്ന് അർജുൻ്റെ ട്രക്കാണ്, മറ്റൊന്ന് ഒരു ബുള്ളറ്റ് ടാങ്കറാണ്. അതിലെ ബുള്ളറ്റ് വിഘടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടാങ്കർ ഭാഗവും നദിക്കടിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭാഗം ഉയർത്തിക്കാട്ടുന്നു. അത് വാഹനത്തിൻ്റെ ഭാഗമാണോ എന്നതാണ് അറിയേണ്ടത്. അഭിലാഷ്, അത് മനാഫിനോട് ചോദിക്കാം. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഭാഗം മനാഫ് കാണുന്നുണ്ടാകുമല്ലോ. കാരണം മനാഫ് ഇപ്പോൾ അല്പം ദൂരെയാണുള്ളത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വസ്തുക്കൾ പക്ഷേ വാഹനത്തിൻ്റെ ഭാഗങ്ങൾ തന്നെ ആവാനുള്ള സാധ്യത തന്നെയാണ്. ഇപ്പോൾ പുഴയിൽ നിന്ന് അത് അല്പസമയങ്ങൾക്കകം തന്നെ മുകളിലോട്ട് കയറ്റിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം മഞ്ഞ പെയിന്റ് അടിച്ചിരിക്കുന്ന ഇരുമ്പിന്റെ ഭാഗങ്ങളാണ് പുഴയുടെ സൈഡിലൊക്കെ വെക്കാറുള്ള റെയിലിംഗ്, അങ്ങനെ വെക്കാറുള്ള ഭാഗമാണോ? അതായത് വേലികൾ പോലെ വെക്കുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഭാഗവും തകർന്ന് വീണിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണോ അതോ ഏതെങ്കിലും വാഹനത്തിന്റെ ഭാഗമാണോ? അതാണ് അറിയേണ്ടത്. കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെടുക്കുന്നു. ആദ്യം കണ്ടെടുത്തത് ഒരു ഹൈഡ്രോളിക് ജാക്കിയാണ്. അത് ടൂൾ ബോക്സിൽ ഉണ്ടായിരുന്നതാണ് എന്ന് ലോറി ഉടമ മനാഫ് പറയുന്നു. ഇപ്പോൾ മറ്റൊരു ഭാഗം കൂടി കണ്ടെത്തുന്നു മാൽപ്പെ. അതായത് മാൽപ്പയുടെ തെരച്ചിലിൽ ഓരോ തവണ മാൽപ്പയെ മുങ്ങി നിവരുമ്പോഴും കൃത്യമായി ഓരോ വസ്തുക്കൾ കണ്ടെടുക്കുന്നുണ്ട്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇതുവരെ കണ്ടെടുത്തതിൽ ഒരു സാധനം അത് അർജുൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന, ട്രക്കിലുണ്ടായിരുന്ന ജാക്കിയാണ്. അത് ടൂൾ ബോക്സിൽ സൂക്ഷിച്ചിരുന്നതാണ് എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. നമുക്ക് തിരികെ വീണ്ടും മാൽപ്പയുടെ തെരച്ചിലിലേക്ക് പോകാം. മാൽപ്പ ഇപ്പോൾ ആ പുഴയുടെ ഓരത്ത് നിന്ന് അല്പമായി, അതായത് അഭിലാഷ്, പുഴയുടെ ഓരം മുതൽ ലക്ഷ്മണന്റെ കട നിന്നത് മുതൽ ആ മൺകൂന വരെയുള്ള ഭാഗം, അത് ഓരോന്നായി ഓരോ ഇടത്തായി മുങ്ങി നിവർന്ന് മുഴുവൻ പരിശോധിച്ച് അവിടെ വരെ എത്തുക, അതാണോ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും തീരം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത്. 3 തവണ അദ്ദേഹം ഈ പുഴയിൽ മുങ്ങിക്കഴിഞ്ഞു. 3 തവണ മുങ്ങി ഉയർന്നപ്പോൾ പോലും 3 വസ്തുക്കളുമായിട്ടാണ് അദ്ദേഹം ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിൽ 2 വസ്തുക്കൾ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഭാഗങ്ങളാണ്. ഒന്ന് ഒരു പക്ഷേ കടയുടേതായിരിക്കാം, അല്ലെങ്കിൽ ലോറിയുടെ ഡോറുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാവാനൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഏതായാലും ഇപ്പോൾ 3 സാധനങ്ങളാണ് ഇപ്പോൾ പുഴയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. തീരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ പ്രദേശത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. ഏതാണ്ട് 10 മീറ്ററോളം അകലത്തിലുള്ള മേഖലകളിൽ മാത്രമാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഇനിയും മുകൾ ഭാഗത്തേക്ക് പരിശോധന നടത്താനുണ്ട്. കാരണം ഈ ട്രക്ക് ഉണ്ടായിരുന്നെന്ന് സംശയിക്കുന്ന ഭാഗം, അതോടൊപ്പം തന്നെ ലക്ഷ്മണൻ്റെ ചായക്കട, ആ ഭാഗങ്ങളിലേക്കുള്ള പരിശോധന ഇനി കൂടുതൽ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ഏതാണ്ട് ഒരു പകുതി ഭാഗം മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ള പരിശോധനകൾ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഇനിയും ആ ഭാഗത്തേക്ക് പരിശോധന നടത്തേണ്ടത്. ഏതാണ്ട് ഈശ്വർ മാൽപ്പ കരയിലേക്ക് കയറിയിട്ടുണ്ട്.